വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതി. ബ്ലോഗർ യദു ഗിരീഷ് അറസ്റ്റിൽ. 15-ലേറെ യുവതികളെ പീഡിപ്പിച്ചു എന്ന് കണ്ടെത്തി. തൃശൂർ താന്യം സ്വദേശിയാണ് യദു ഗിരീഷ് എന്ന ഈ 38-കാരൻ. ആ യദുവാണ് അറസ്റ്റിലായത്. യാജീവ് അന്നേരി മിസ്റ്റർ ഡിഫക്റ്റ് എന്ന പേരിൽ ഇൻസ്റ്റ അക്കൗണ്ടൊക്കെ ഉണ്ട്. ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. ഏതാണ്ട് ഏറ്റവും ഒടുവിലത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 48.7K അത്രയും എണ്ണമുണ്ട് ഫോളോവേഴ്സിന്റെ കണക്ക്. സജീവമാണ് വളരെ ഇൻസ്റ്റാഗ്രാമിൽ. 405 പോസ്റ്റുകൾ ഇതിനോടകം തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. പരാതി നൽകിയത് 3 പേരാണ്. ആ 3 പേരുടെ പരാതിയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി പോലീസ്. മാത്രമല്ല, വിവാഹ വാഗ്ദാനം നൽകിയാണ് ഈ ഇൻഫ്ലുവൻസറുടെ പീഡനമെല്ലാം. ആദ്യം 3 പെൺകുട്ടികളാണ് പരാതിയുമായി രംഗത്തെത്തിയത്. അതേ തുടർന്ന് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് കൂടുതൽ പേരിലേക്ക്, അതായത് 15 യുവതികൾ പീഡിപ്പിക്കപ്പെട്ടതായി കണ്ടെത്തുന്നത്. ഈ യുവതികളുടെ മൊഴിയെടുക്കാനുള്ള ശ്രമത്തിലാണ് തൃശ്ശൂരിലെ ക്രൈം ഡിറ്റാച്ച്മെന്റ് ACPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം. ഈ യുവതികളുടെ നഗ്ന വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നും ആ നഗ്ന വീഡിയോ വെച്ച് ഭീഷണിപ്പെടുത്തിയുമായിരുന്നു ഈ പീഡനങ്ങളിൽ അധികവും എന്നാണ് വ്യക്തമാവുന്നത്. മാത്രമല്ല, ഈ പെൺകുട്ടികളിൽ നിന്ന് പണം വാങ്ങിയതായും പരാതികളിൽ പറയുന്നുണ്ട്. IT ആക്ട് പ്രകാരവും ഈ പ്രതിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഉറപ്പിച്ചു പറയുന്നു ഡിറ്റാച്ച്മെന്റ് സംഘം കൂടുതൽ പരാതികൾ ഇയാൾക്കെതിരെ ഇനിയും ഉയർന്നു വരുന്നുണ്ട് എന്ന്. അതായത് നിലവിൽ 15 പേരെയാണ് കണ്ടെത്തിയതെങ്കിൽ തൃശൂർ ക്രൈം ഡിറ്റാച്ച്മെന്റിന്റെ കണക്ക് വെച്ച് അത് 20 വരെ എത്താനുള്ള സാധ്യത പറയുന്നു അവർ. സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിക്കും ആദ്യം. അതാണ് ഗിരീഷിന്റെ ആദ്യ ഏർപ്പാട്, യദുവിന്റെ. അതിനുശേഷം വിവാഹ വാഗ്ദാനം നൽകും. പിന്നീടാണ് പീഡനം. ഈ റീലുകൾ പരിശോധിച്ചാൽ അതിലെല്ലാം വരും. ഡാൻസ് ഉണ്ട്, അഭിനയം, ഫാഷൻ, അങ്ങനെ പലവിധ കണ്ടന്റുകൾ നിറച്ചാണ് യദു ഇൻസ്റ്റാഗ്രാമിൽ താരമായത്, ഇൻഫ്ലുവൻസറായത്. ഈ ഫോൺ എടുത്ത് ഇങ്ങനെ തോണ്ടി നമ്മൾ കാണുന്ന ഒരുപാട് പേർ ഇൻസ്റ്റയിൽ ഇങ്ങനെ താരങ്ങളാണല്ലോ. ഇവരുടെ
വലയിൽ, അത് അവർ നിൽക്കുന്ന കെണി വലയിൽ കുടുങ്ങരുത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് അവരെ അതുപോലെ തന്നെ സ്ക്രോൾ ചെയ്ത് വിട്ടോളൂ. അതിനപ്പുറത്തേക്കുള്ള സൗഹൃദങ്ങൾക്ക് പോയാൽ ഇതുപോലുള്ള ചില ചതിക്കണികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും എന്നാണെങ്കിലും ഇനിയും പരാതികൾ കൂടാനുള്ള സാധ്യത തന്നെയാണ് പോലീസ് പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.